എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതത്തിൻ്റെ ഈദ് ഇശലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്രതശുദ്ധിയുടെ നാളുകളിൽ കൈവരിച്ച ആത്മനിർവൃതി അത് ജീവിതത്തിൽ മുഴുനീളെ കൊണ്ടു നടക്കാൻ നമുക്കേവർക്കും സർവശക്തൻ അതിൻ്റെ കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈദ് ഇശൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈദ് ഇശൽ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ 4 അതിഥികളാണ്. അതിലൊന്ന് ആദ്യത്തെ ആളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ബദറുദ്ദീൻ പാറന്നൂർ. ആയിരക്കണക്കിന് തനിമയാർന്ന മാപ്പിളപ്പാട്ടുകൾ മലയാളി പ്രേക്ഷകരുടെ മുൻപിലേക്ക്, ഗാനാസ്വാദകരുടെ മുൻപിലേക്ക് എത്തിച്ച ബദറുദ്ദീൻ മാഷാണ് ഇരിക്കുന്നത്. ബദറുദ്ദീൻ മാഷെ ഈ ഷോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ അതോടൊപ്പം SKSFൻ്റെ സംസ്ഥാന സർഗലയങ്ങളിലൊക്കെ വളരെ കൃത്യമായി മികച്ച പാട്ടുകൾ പാടി എ ഗ്രേഡും സംസ്ഥാന തലത്തിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുള്ള 3 കുട്ടികളെ സുപ്രഭാതം അഭിമാനപൂർവ്വം അവരെ പരിചയപ്പെടുത്തുക എന്ന ഒരു സന്തോഷം കൂടി ഈ ഈദ് ഇശൽ എന്ന ഈ പ്രോഗ്രാമിനുണ്ട്. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് അഫ്സൽ റാസിയാണ്. അഫ്സൽ റാസി SKSFൻ്റെ സംസ്ഥാന സർഗലയത്തിൽ എ ഗ്രേഡും മറ്റുമൊക്കെ വാങ്ങിയ ആളാണ്. നല്ല മികച്ച വളർന്നു വരുന്നൊരു ഗായകനാണ്. രണ്ടാമത്തെ ആൾ ഷംനാദ് PT ആണ്. സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിലൊക്കെ വട്ടപ്പാട്ട് മത്സരത്തിൽ ലീഡിങ് പാട്ടൊക്കെ പാടി വിജയിച്ച് ആളാണ്. മറ്റൊരാൾ ഫൈസാനാണ്. ഹയർ സെക്കൻഡറി തലത്തിലെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡും വിന്നറുമൊക്കെയായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാം. കേവലം നമ്മൾ പാടി പോവുക മാത്രമല്ല, പാടുക, പറയുക, അറിയുക, സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുക എന്നുള്ള. ബദറുദ്ദീൻ മാഷേ, എന്താണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ഷോയിലേക്ക് കിടക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. ആദ്യമായി മുഴുവൻ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. സുപ്രഭാതത്തിൻ്റെ ഓൺലൈൻ ചാനലായിട്ടുള്ള ഈ ഒരു ഫ്ലോറിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മാപ്പിളപ്പാട്ട് രചനാരംഗത്ത് ഏകദേശം ഒരു 18 വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു സന്തോഷമുള്ളത് ഈ 3 പേരും എൻ്റെ ശിഷ്യന്മാരാണ്. 3 പേരും സംസ്ഥാന തലങ്ങളിലൊക്കെ വിജയം നേടിയിട്ടുള്ള ശിഷ്യന്മാരാണ്. അപ്പോൾ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഈദ് ഇശൽ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിനുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഞാൻ അതിനിടയ്ക്കൊരു കാര്യം പറയാൻ വരുന്നത്, ഞാൻ ബദറുദ്ദീൻ മാഷിൻ്റെ പാട്ടുകൾ നമ്മൾ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ താങ്കളുടെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. മാഷിൻ്റെ പല സ്കൂൾ കലോത്സവം, ഞാനൊരു നല്ല മാപ്പിളപ്പാട്ട് ആസ്വാദകനാണ്. പല വേദികളിലും നമ്മൾ പോകുമ്പോൾ ബദറുദ്ദീൻ പാറന്നൂരിൻ്റെ മാപ്പിളപ്പാട്ട് എന്ന് അനൗൺസിങ്ങിന് വരാറുണ്ട്. ഒരുപക്ഷെ ഒരു 20 കുട്ടികൾ പാടുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പാട്ടെങ്കിലും ബദറുദ്ദീൻ മാഷിൻ്റെ പാടും. അപ്പോൾ ഞാൻ കരുതിയത് മോയിൻകുട്ടി വൈദ്യരെ പോലെ ഒക്കെയുള്ള ഒരു പഴയ കാലത്തെ ഒരു എഴുത്തുകാരനാണെന്ന്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ പാറന്നൂരിൽ അല്ലേ സ്വദേശം. അപ്പോൾ ഏതായാലും ബദറുദ്ദീൻ മാഷിന്റെ പാട്ടുകൾ ഇക്കഴിഞ്ഞ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ 19 കുട്ടികൾ എ ഗ്രേഡ് വാങ്ങിയത് മാഷിന്റെ ഇതിലൂടെയാണ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആദ്യത്തെ പാട്ട് ആരാണ് പാടുന്നത്? ഷംനാദ് ആണ് അല്ലേ? ഷംനാദ് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ മൂസക്ക പാടിയ നമുക്ക് ആ പാട്ട് കേൾക്കാം. മൂസക്കയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനമാണ്. സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവം പൂവിടരുമ്പോൾ കൽപുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരൂ. അസ്വലാത്തു ഖൈറും മിനന്നൗം, അസ്വലാത്തു ഖൈറും മിനന്നൗം, ഖൈറും മിനന്നൗം,
خير من النوم സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ ഒതുവിൻ വെൺകുളിർ ചൂടി ഊട്ടലാം പാദശിരം മൂടി ഒതുവിൻ വെൺകുളിർ ചൂടി ഉടലം പാദശിരം മൂടി മണ്ണിൻ മടിയിൽ തിരുനെറ്റി സുജുതിൽ ചേർത്ത് ഒതുക്കുമ്പോൾ ചുണ്ടിൻ ഒരു വിടലെന്റെ ഇലാഹി കൽബിൻ നിലയെന്ത് ചുണ്ടിൻ ഒരു വിടലെന്റെ ഇലാഹി കൽബിൻ നിലയെന്ത് ഇലാഹി കൽബിൻ നിലയെന്ത് സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതി മൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതി മൊഴിയിൽ സ്വയം മറന്നിന്ന് മുഴുകുമ്പോൾ ധരണിയിൽ ധന്യനിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ ഫിർദൗസ് എന്ന സ്വർഗത്തിലാകി ഇനിയൊരു പിറവി തരൂ ഫിർദൗസ് എന്ന സ്വർഗത്തിലാകി ഇനിയൊരു പിറവി തരൂ ഇലാഹി ഇനിയൊരു പിറവി തരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീ ഉണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സ്വഭാവിൻ പൂവിടരുമ്പോൾ. ഷംനാദ് വളരെ നന്നായി പാടി വളരെ അല്ലേ? മനോഹരമായി. മനോഹരമായി പാടില്ലേ? ഷംനാദ് എന്താ ഇപ്പൊ ചെയ്യുന്നത്? എന്താണ് പഠിക്കുന്നത്? ഞാനിപ്പോ +1 വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ്? ഞാൻ PPMHSS കൊട്ടുക. സ്വദേശം എവിടെയാണ്? വീട് എവിടെയാണ്? കൊണ്ടോട്ടിക്കടുത്ത് കൊട്ടപ്പുറം. കൊണ്ടോട്ടിക്കടുത്ത്. ഈ പാട്ടൊക്കെ പഠിക്കലൂടിയിട്ട് എത്ര കാലമായി? അതായത് ഞാൻ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത് അഷ്റഫ് കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സാറടുത്താണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ബദറുദ്ദീൻ സാറെ പാട്ടുകളാണ് അധികം പാടല് മെയിനായിട്ട്. പിന്നെ എങ്ങനെ ബദറുദ്ദീൻ മാഷെ എങ്ങനെയാണ് പരിചയം? പാട്ടിലൂടെ തന്നെയാണ്. പാട്ടിലൂടെ തന്നെ പരിചയം. ആദ്യത്തെ പാട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ കലോത്സവം കഴിയുമ്പോൾ കുട്ടി ഒരു പക്ഷെ പാടുന്നത് ബദറുദ്ദീൻ മാഷിന്റെ പാട്ടെന്ന് പറയും. പക്ഷെ ബദറുദ്ദീൻ മാഷ് അവര് നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി താങ്കളാണോ ബദറുദ്ദീൻ മാഷ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് മാഷിക്ക് ഉണ്ടാകുന്ന ഒരു വികാരം എന്താ? നമ്മുടെ ഒരു സൃഷ്ടി ഒരു കുട്ടി പാടുന്നു, ഇറങ്ങി വരുന്നതിന് ശേഷം ഇയാളെ കാണുന്നു. ഈ വിടൽ കെ മൊയ്തുവിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ തമ്മിൽ നേരിട്ട് ആദ്യമായിട്ടാണ്. പക്ഷെ പാട്ട് നിങ്ങളുടെയാണ് പാടുന്നത്. അന്ന് വലിയ വൈറലായി. അങ്ങനെ ആ ഒരു സമയം ഒക്കെ എങ്ങനെയാണ്, ഒരു സന്തോഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാരണം ഒരു കലാസൃഷ്ടി അത് പൊതുജനങ്ങളിലേക്ക് എത്തുന്ന സമയത്താണല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു വിജയം എന്ന് പറയാം. അപ്പോൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗായകരാണ്. ഞാൻ ഡയറിയിൽ എഴുതി വെച്ചത് കൊണ്ട് അത് കാര്യമില്ല. അപ്പോൾ ഇവരെ പോലുള്ള നല്ല ഗായകർ. അപ്പോൾ അന്ന് ഞാൻ വിടൽ മൊയ്തു സാഹിബിനെ കൊണ്ട് ആ പാട്ട് പാടിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് സുപ്രഭാതം ഓൺലൈനിലൂടെ നമ്മൾ
ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നത്. സ്വതന്ത്ര ഭാരത ഭൂമി, സ്വതന്ത്ര ഭാരത ഭൂമി എന്ന് തുടങ്ങുന്ന ആ ഗാനം. അപ്പോൾ ഒരു പാട്ട് ആര് പാടിയാലും അത് അതിൻ്റെതായ ഭംഗിയിൽ, ഉച്ചാരണ ശുദ്ധിയിൽ, അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടുന്നത് നേരിട്ട് കേൾക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരൊക്കെ പാടുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വേദിയുടെ പിന്നിലിരിക്കും. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇവർ 3 പേരും സംസ്ഥാന തലങ്ങളിലൊക്കെ എൻ്റെ പാട്ടുകൾ പാടി വിജയിച്ചവരാണ്. അതൊരു സന്തോഷം കൂടി ഉണ്ട്. അടുത്ത പാട്ട് നമ്മളൊരു പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ ഒരു പെരുന്നാൾ പാട്ടാവും അല്ലേ? ആരെ പാടുന്ന? അഫ്സൽ. അഫ്സലിന്റെ സ്വദേശം ഒന്ന് പരിചയപ്പെടുത്താം. അഫ്സലിനെ. എൻ്റെ പേര് അഫ്സൽ റാസി, വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ചേളാരി. പിന്നെ ഇപ്പം ഡിഗ്രി 3rd ഇയർ ആണ്. BSc സൈക്കോളജി, ബ്ലോസം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടിയിലാണ് പഠിക്കുന്നത്. സംഗീതം അഭ്യസിക്കുന്നുണ്ട് എവിടെയെങ്കിലും? ഞാൻ ചെറുപ്പം മുതലേ സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുരു അബ്ദുസലാം യാഫി ഉസ്താദാണ്. അതുപോലെ തന്നെ നമ്മുടെ നിസാർ തൊടുപുഴ സാറടുത്താണ് മ്യൂസിക്കൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി, കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ അഹദവൻ്റെ നാമം വിണ്ണിൽ നിന്നുള്ള ഒരു പെരുന്നാൾ പാട്ടാണ്. അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, ഈദുൽ ഫിത്തറിൻ തക്ബീർ ധ്വനികൾ ലോകമാകെ പൊങ്ങി, ഈദുൽ ഫിത്തറിൻ തക്ബീർ ധ്വനികൾ ലോകമാകെ പൊങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, ഇലാഹിൻ റഹ്മത്തായി ഇഹമിലെ ഇൻസിന്നായി, ഇന്നിതാ ചെറിയ പെരുന്നാൾ ആനന്ദമാഹ്ലാദ ആവേശ തിരുനാൾ, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി. ശൗവാലിനം വെളിവാനിൽ ശൗക്കോടെ ഉദയം കൊണ്ടു മാലോകർ ഈദ് മുബാരക് ആശംസിക്കുന്നേ, മാലോകർ ഈദ് മുബാരക് ആശംസിക്കുന്നേ, സ്വരലയമായി മധുരസമായി, സ്വരലയമായി മധുരസമായി സുരവാര്യങ്ങൾ ബൈത്തുകൾ പാടി ആനന്ദം കൂടി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അംലാക്കും മേലെ വാനിൽ ആമോദ പുഞ്ചിരി തൂകി, ആദിയോൻ കരുണ വസന്തം ഭൂവിലൊഴുക്കുന്നേ, ആദിയോൻ കരുണ വസന്തം ഭൂവിലൊഴുക്കുന്നേ, സ്വരലയമായി മധുരസമായി, സ്വരലയമായി മധുരസമായി ബൈത്തുകൾ കൊല്ലും സുവർണ നൂലിൽ ബന്ധം തീർക്കുന്നേ, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, ഈദുൽ ഫിത്തറിൻ തക്ബീർ ധ്വനികൾ ലോകമാകെ പൊങ്ങി, ഈദുൽ ഫിത്തറിൻ തക്ബീർ ധ്വനികൾ ലോകമാകെ പൊങ്ങി, ഇലാഹിൻ റഹ്മത്തായി ഇഹമിലെ ഇൻസിന്നായി, ഇന്നിതാ ചെറിയ പെരുന്നാൾ ആനന്ദമാഹ്ലാദ ആവേശ തിരുനാൾ, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി, അഹദവൻ്റെ നാമം വിണ്ണിൽ മന്ത്രമായി മുഴങ്ങി. അടിപൊളി പാടി അല്ലേ? പാടി. നല്ലൊരു ഈ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ല പുറത്തോട്ട് അത്ര തന്നെ. അതെ, ഒരു പുതുമയുള്ള ഒരു പെരുന്നാൾ പാട്ട്. ഈ പുതുമയുള്ള വരുന്ന പാട്ട്, നമ്മളെ പാട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് പഴയ കാലത്തെ പഴമ പാട്ടുകൾ പോവാണ്.
പുതുമയുള്ള ഗാനങ്ങളെന്ന് പറയുമ്പം അതിലെ ഒരു എന്താ പറയുക, ഒരു കുട്ടിക്കളിയുള്ള പാട്ടായിട്ടാണ് ഇപ്പോൾ പല പാട്ടുകളും വരുന്നത്. അത്തരം പാട്ടുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇനി അത്തരം പാട്ടുകളുടെ ഒരു അതിപ്രസരണം തടയാൻ നമുക്ക് കഴിയാത്ത എന്നുള്ളതാണ്, നിങ്ങളാണത് പറയേണ്ടത്. പാട്ടെഴുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജന്മസിദ്ധമായിട്ട് കിട്ടേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജന്മസിദ്ധമായിട്ട് പാട്ട് എഴുതുവാനുള്ള ഒരു സ്പാർക്ക് ഒരാളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ പാട്ട് എഴുതാവൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇല്ല എങ്കിൽ ഒരു കേവലം ഒരു ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ പദങ്ങൾ കണ്ടെത്തിയിട്ടോ അങ്ങോട്ടോ ചേർത്ത് എഴുതുന്ന ഒരു അവസ്ഥ വരും. അതിനേക്കാൾ നല്ലത് നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു കവി അദ്ദേഹത്തിന്റെ വിരലുകളിലൂടെ ആ മഷിത്തുമ്പിലൂടെ പുറത്തേക്ക് വരുന്ന വരികളായിരിക്കും എപ്പോഴും ജീവസുറ്റതാവുക. അപ്പൊ അത്തരത്തിൽ കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും, എന്നാൽ പിന്നെ ഇത്തരത്തിൽ പ്രയാസം ഉണ്ടാവുന്ന തരത്തിലുള്ള പാട്ടുകൾ എഴുതുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരെ നിരുത്സാഹപ്പെടുത്താതെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ മറ്റുള്ളവർ ശ്രമിക്കുകയും ചെയ്താൽ നല്ല പാട്ടുകൾ പിറവിയെടുക്കും. വാണിജ്യം ലക്ഷ്യം വെച്ചുള്ള പാട്ടുകൾ ഒഴിവാക്കി തനിമയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാട്ടുകളാകുമ്പോൾ അതിന് വാണിജ്യം. പാട്ടിന് പിന്നെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ കവിത്വം വേണം. ഏത് വരികൾ എഴുതുമ്പോൾ കവിത്വത്തോട് കൂടിയുള്ള വരികളാവുമ്പോൾ ആ വരികൾക്കൊരു ജീവസ് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം അതിൽ പിന്നെ പ്രാസഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അതിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ ഘടനയൊക്കെ അത് സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ചാൽ ആ പാട്ട് ഭംഗിയുണ്ടാവും. അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ നിലനിൽക്കൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ വാണിജ്യപരമായിട്ട് തൽക്കാലം കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടും, അതോടുകൂടി അത് കുഴിച്ചു മൂടപ്പെടും. അങ്ങനെ മൂടപ്പെടാതെ ഇന്നും നിൽക്കുന്ന കുറെ പാട്ടുകളുണ്ടല്ലോ. ആ പാട്ടുകളുടെ പിന്നാമ്പുറ അന്വേഷിച്ചാൽ നമുക്ക് ഇത്തരം വരികളായിരിക്കും, നല്ല ശബ്ദത്തിൽ പാടിയതായിരിക്കും, നല്ല സംഗീതമായിരിക്കും. അപ്പോൾ അത്തരം പാട്ടുകൾ സൃഷ്ടിക്കാൻ വേണ്ടി പുതിയ എഴുത്തുകാരും ഗാന ആലപിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി ഫൈസാൻ ആണല്ലേ? ഫൈസാൻ കക്കോടിയിലാണല്ലേ? ഇപ്പോ ഹയർ സെക്കൻഡറി പ്ലസ് ടു കഴിഞ്ഞു, റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ നമുക്ക് ആദ്യം അത് ആശംസിക്കാം അല്ലേ? ഏത് പാട്ടാണ് ഫൈസാൻ? ഈ കഴിഞ്ഞ കോഴിക്കോട്ട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ എന്റെ പാട്ട് പാടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ആ പാട്ടാണോ ഇവിടെ പാടാൻ പോകുന്നത്? അത് പാടും. ഇപ്പൊ പാടുന്ന അതാണോ? അല്ല, പാടും. ഇപ്പൊ ആ പാട്ടിലേക്ക് പോവാ അല്ലേ? ഓക്കെ. കൽവിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തീരുനോട്ടം കൊണ്ട് നേട്ടം ചൊരിയണേ, ഖുദ്റത്താൽ അമിത മന്നാനേ. കൽവിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തീരുനോട്ടം കൊണ്ട് നേട്ടം ചൊരിയണേ, ഖുദ്റത്താൽ അമിത മന്നാനേ. ഇറയോനെ നിന്റെ നേരിന്നരുൾ പാടെ മറന്ന് ഇബ്ലീസിൻ കെണികളിൽ കുടുങ്ങി ഞാൻ നടന്ന്. ഇറയോനെ നിന്റെ നേരിന്നരുൾ പാടെ മറന്ന് ഇബ്ലീസിൻ കെണികളിൽ കുടുങ്ങി ഞാൻ നടന്ന്. ഇന്നിതായനെ ദോഷമുഹദ് പോൽ വളർന്ന് ഒക്കെയും ഓർത്ത് പൊരുകയാണല്ലാ. തണിനിയേ തുണനിയേ യാ അല്ലാഹ്, ഇഹവും പരവും ഹൈറാക്കല്ല, ഇൽമാലുള്ളം തെളിവാക്കല്ല. കൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ, കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ, നിന്റെ കനിവിന്റെ തീരുനോട്ടം കൊണ്ട് നേട്ടം ചൊരിയണേ, ഖുദ്റത്താൽ അമിത മന്നാനേ. മാലിക്കുൽ മുലുക്ക് എൻ പിഴവുകൾ പൊറുക്ക്, മൗത്തിന്റെ നേരം ഈമാനുറക്കുവാൻ തുണയ്ക്ക്. മാലിക്കുൽ മുലുക്ക് എൻ പിഴവുകൾ പൊറുക്ക്, മൗത്തിന്റെ നേരം ഈമാനുറക്കുവാൻ തുണയ്ക്ക്. മുൻതൂക്കമലുകളാവാൻ റബ്ബേ വിധിക്ക്, മിന്നൽ പോലെ സിറാത്ത് കടത്തല്ല.
തണിനിയേ തുണനിയേ യാ അല്ലാഹ് ഇഹവും പരവും ഹൈറാക്കല്ല ഇൽമാലുള്ളം തെളിവാക്കല്ല കൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ നിന്റെ കനിവിന്റെ തീരുനോട്ടം കൊണ്ട് നേട്ടം ചൊരിയണേ ഉദരത്താലമേ തമന്നാനേ കൽബിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനേ കഥനങ്ങൾ തീർക്കൂ റഹ്മാനേ നിന്റെ കനിവിന്റെ തീരുനോട്ടം കൊണ്ട് നേട്ടം ചൊരിയണേ ഉദരത്താലമേ തമന്നാനേ. നല്ല ഓയമാഷയുടെ വരികൾ, അതെ ഓയമാഷ വരി ചിത്രേച്ചി പാടി മനോഹരമാക്കിയ പാട്ട് ഫൈസാൻ മനോഹരമായിട്ട് നമുക്കൊരു സംഗാനം കേൾക്കണം അല്ലേ? മൂന്ന് പേരുടെയും ശബ്ദം ചേർന്ന് കേൾക്കാൻ നല്ല ഭംഗിയുണ്ടാവും. അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫാക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമാക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാഹ് മഹറ ഖുർആനിൽ പൊരുൾ മുഴുതടകിനെ വശകടൽ പതി ബിസ്മില്ലാഹ് പദറ പട കൊടു കവിനുകൾ വതിൽ മുതൽ വരിബത്തബ് തതി ബിസ്മില്ലാഹ് അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫാക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമാക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാഹ് വഹദത്തളകിയ മർതബ തരതമേ വളരെറ്റൊരു തിരു ബിസ്മില്ലാഹ് വഹിയതൊയിലിയലകില മുഖമരമേ വലിയ തിരുമൊഴി ബിസ്മില്ലാഹ് മഹള പദമധു പയസുര നദികളിൽ മഴ തലകൾ ബിസ്മില്ലാഹ് മഹുത്തമമുര റഹ്മാനെ റഹീമനിൽ വബിഹി തൗഫീഖ ദരുളല്ലാഹ് അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫാക്ഷരം പൊരുൾ ബിസ്മില്ലാഹ് അരിമാക്കാലെ കുത്തുബാനുദീനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാഹ്. മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ട് അല്ലേ? അതെ, നന്നായിട്ട് തന്നെ പാടി. നന്നായി പാടി. മോയിൻകുട്ടി വൈദ്യർ സാധാരണ ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മോയിൻകുട്ടി വൈദ്യർ ആരാണ്? മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നതും അവസാനം വരുന്നതും മോയിൻകുട്ടി വൈദ്യരാണ്. അതിനുശേഷം മോയിൻകുട്ടി ഒരുപാട് എഴുത്തുകാർ വന്നെങ്കിൽ പോലും ആ മോയിൻകുട്ടി വൈദ്യർ എന്ന ആ ഒരു സ്ഥാനലബ്ധി അത് പിന്നീട് മറ്റൊരാൾക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മോയിൻകുട്ടി വൈദ്യർ ഇത്ര വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന്റെ ഊടും പാവും നൽകിയ വ്യക്തി എന്ന് പറയാം. മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യർക്ക് മുമ്പേ ഉണ്ട്. ചെറൂർ പടപ്പാട്ട്, അതുപോലെ തന്നെ സക്കൂം പടപ്പാട്ട്, അങ്ങനെയുള്ള പടപ്പാട്ടുകളൊക്കെ ഇതിനു മുമ്പേ ഉണ്ട്. പക്ഷേ മോയിൻകുട്ടി വൈദ്യർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കവിത്വവും ഭാഷാ പരിജ്ഞാനവും ഒക്കെ ഒരു അത്ഭുതാവഹമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. കാരണം കേവലം 40 വയസ്സിനിടക്ക് എഴുതി കൂട്ടിയതാണ് ഈ കാണുന്ന മഹാകൃതികളൊക്കെ. 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. അപ്പോ അതിനിടക്ക് അള്ളാഹു അരുളിയിട്ടുള്ള ഈ മഹാസിദ്ധി അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും മാപ്പിളപ്പാട്ടിന് അതിൻ്റെതായിട്ടുള്ള ഊടും പാവും നൽകി. അഥവാ പിന്നെ അതിനു മുമ്പ് ഇശലുകളുണ്ട്, അതുപോലെ തന്നെ അതിനു മുമ്പ് പിന്നെ താളത്തിലും പ്രാസത്തിലും ഒക്കെ പാട്ട് എഴുതുന്നവരുണ്ട്. പക്ഷെ കൃത്യമായ ഒരു രീതിയിൽ മാപ്പിളപ്പാട്ടിൻ്റെതായിട്ടുള്ള കൃത്യമായ രീതി പൂർണ്ണമായും അവലംബിക്കുക, ഏകദേശം 90%, 95% പൂർണ്ണമായിട്ടും മാപ്പിളപ്പാട്ടിന്റെ മുഴുവൻ നിയമങ്ങളും പാലിച്ച് പാട്ടുകൾ എഴുതിയ ഒരേ ഒരു വ്യക്തി അത് പിന്നെ മോയിൻകുട്ടി വൈദ്യരുള്ളൂ. അതിന് മുമ്പും അതിന് ശേഷവും അത്രത്തോളം കൃത്യമായിട്ടുള്ള രീതിയിൽ പിന്നെ ഭംഗിയിൽ പാട്ട് എഴുതിയവരില്ല. അത് ഭാഷാപരമായിട്ടുള്ള കാര്യത്തിലായാലും അതിന്റെ ഘടനാപരമായിട്ടുള്ളതാണെങ്കിലും മോയിൻകുട്ടി വൈദ്യർക്ക് ഒപ്പം നിൽക്കുവാനോ അതിന് തൊട്ട് താഴെ നിൽക്കുവാനോ പോലും കവികളില്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ആഘോഷിക്കപ്പെടുന്നത്. ഇന്ന് ബദർ പടപ്പാട്ട് പാടിക്കൊണ്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ആസ്വാദനത്തിനപ്പുറം അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികൾക്കും കൃത്യമായ അവലംബം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഓരോ വരികൾക്കും കൃത്യമായ അവലംബം അദ്ദേഹത്തിനുണ്ട്. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും സംസ്കൃതത്തിൽ ഒരു പാട്ട് അദ്ദേഹം പിന്നെ
അദ്ദേഹത്തിന്റെ കൃതികളിൽ അത് ഉൾക്കൊള്ളിച്ചു. നമ്മുടെ മാപ്പിളപ്പാട്ട് പോലെ തന്നെ അതെ, ആയിരിക്കും. മാപ്പിളപ്പാട്ട് പോലെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഇതെല്ലാം പരസ്പരം കിണഞ്ഞു Yes. കിടക്കുന്നുണ്ട് എന്ന് അതെ, കേൾക്കാറുണ്ട്. ഇംഗ്ലീഷ്, അറബി, ഇംഗ്ലീഷ്, ഉറുദു, പിന്നെ തെലുങ്ക്, കന്നഡ, ചെന്തമിഴ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഏകദേശം ഒരു 17ഓളം ഭാഷകളുടെ ഭാഷാ തന്തുക്കൾ ഈ അദ്ദേഹത്തിന്റെ രചന ശൈലിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഭാഷകളിലൊക്കെ മുഴുവനും പ്രാവീണ്യം നേടിയിരുന്നോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും അറബി, മലയാളം, സംസ്കൃതം പോലുള്ള ഭാഷകളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ മനസ്സിലാവുന്നത്. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ? ആരാണ് പാടുന്നത്? അഫ്സൽ റാസി അല്ലേ? അഫ്സൽ റാസി പാട്ട് ഏതാണ്? തിരുദൂതര എന്നുള്ള. ആരാണ്? പൂകൾ പാടുവേ പൂകൾ പാടുവേ ഖുർആനിൻ വെളിച്ചം കരളിൽ പൊഴിച്ചു മനുഷ്യകുലത്തെ ഗുണത്തി ദഹിച്ച തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പൂകൾ പാടുവേ ഒരു ജ്ഞാന പൂകൾ പാടുവേ നല്ല നല്ല ഒരു ഒഴുക്ക് അല്ലേ? നമുക്കിങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റുന്ന പാട്ട് ഭംഗിയായി പാടി. നമ്മളൊരു മാഷൊരു പാട്ട് കേൾക്കണം അല്ലേ? ആല ഫൈസാൻ ഏതാ പാട്ട്? ഏതാണ്? ചുടരറ്റും ഗാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ സ്റ്റേറ്റിൽ പാടിയ പാട്ടാണ്. ഈ പാട്ട് എന്താണ് അതിൽ പറയുന്നത് പാട്ടിൽ? ഇത് ബദർ യുദ്ധമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ്. പിന്നെ എൻ്റെ സീറത്തു നബവിയ എന്ന പ്രവാചക ചരിത്ര കാവ്യകൃതിയാണ്. അതിലുള്ളൊരു പാട്ടാണ്. പിന്നെ ഏകദേശം 90-ലധികം മിഷലുകൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഹിജറ ആണ് അവസാനം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്തൊരു സംഗതി ഒരു പാട്ടെഴുത്തുകാരനോട് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പാട്ട് എഴുതുമ്പോൾ ചില ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സുപ്രഭാതം പത്രത്തിലേക്ക് ലേഖനം എഴുതുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നോവലുകൾ എഴുതുന്ന ചില പ്രത്യേക അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം, ചില പ്രത്യേക സമയം. ഈ പാട്ടെഴുത്തിലും അതുപോലെ തന്നെയാണോ? ഒരുപാട് കാലമെടുത്ത് ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടി എഴുതി കുറിച്ച് വെച്ച് ആ പേപ്പർ ഒഴിവാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകളുടെ ശൈലി. മാഷിന്റെ ഒരു ശൈലി എന്താ? പാട്ടെഴുത്ത് രണ്ട് വിധമുണ്ട്. ഒന്ന് പിന്നെ നമ്മുടെ ഒക്കേഷണലി ചില സന്ദർഭങ്ങളിൽ ചില ചിന്തകളിലൊക്കെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ആശയങ്ങൾക്ക് വരികൾ പകരുക. അത് പിന്നെ അങ്ങനെ പാട്ട് എഴുതും. അത് കവിത്വമുള്ള ആളുകൾക്ക് പെണ്ണെടുക്കാതെ പിന്നെ ഇരിക്കാൻ കഴിയില്ല. സർഗവേദന എന്നൊക്കെ പറയുന്ന തരത്തിൽ അത്തരത്തിൽ പാട്ട് എഴുതും. എന്നാൽ ഈ പാട്ടുകളൊക്കെ പിന്നെ പർപ്പസ്ഫുള്ളി ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു പാട്ട് എഴുതണം എന്നുള്ള ധാരണയിൽ മുൻകൂട്ടി ഇതിലെ ചരിത്രങ്ങൾ പഠിച്ചതിന് ശേഷം പൂർണ്ണമായും നമ്മൾക്ക് ഉള്ളിലേക്ക് ആ വിഷയങ്ങൾ ആ ചരിത്രം മുഴുവനും ആവാഹിച്ച് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ, പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ ചരിത്രമൊക്കെ എഴുതുമ്പോൾ അല്ലാതെ കരുതേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിച്ചതിന് ശേഷം അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ഇരുന്നിട്ട് ഇഷല് കണ്ടെത്തിയതിന് ശേഷം ആ ഇഷലിൽ പാട്ട് എഴുതാണ് ചെയ്യാം. ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പാട്ടുകൾ അല്ലാതെ നമുക്ക് ഒക്കേഷണലി നമുക്ക് എന്തെങ്കിലും ഒരു ചിന്ത വരുന്ന സമയത്ത് എഴുതുന്ന പാട്ടുകളായിരിക്കും അത്തരം പാട്ടുകൾ കൂടുതലും. ഇത് പിന്നെ റസൂലുള്ളാഹിന്റെ ചരിത്രം വിലാദത്ത് മുതൽ വഫാത്ത് വരെ എഴുതണം എന്നുള്ളൊരു ചിന്ത ഉടലെടുത്തത് മുതൽ ഏകദേശം 10 വർഷത്തിലധികമായിട്ട് ഈ ഒരു കൃതിയുടെ പിന്നാലെയാണ്. ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഏകദേശം പിന്നെ നബിയുടെ യുദ്ധ സന്ദർഭങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ ഹിജറയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിജറയിലെ 2 പാട്ടുകൾ എഴുതി കഴിഞ്ഞു. ഇത് ബദർ യുദ്ധത്തിലുള്ള ഒരു പാട്ടാണ്. പാടാം. ചതുരൻ തിരുനബിയരികെ ചിതറാത ഭരണി വരവേ എങ്കും ലെങ്കും തിങ്കും മുന്തും ചിന്ത പൊന്തുമതിലേ ചതമറ്റോർക്കു ഫിരതിരേ ചിതമെത്തോനരുളതിലേ തഞ്ചം ഫിന്തും തഞ്ചം കിണ്ടൻ ചങ്ക പൊങ്കുമികലാൽ തുതിയെത്തും മതി തികവേ തുതിയുറ്റും കൊതിമികവേ കൊതിയേറ്റം മനം നിറവേ
കതിർകത്തും തിരുഗുരുവേ ശങ്ക പൊങ്കുമതിലെന്തു ചിന്തുമതു മൊണ്ടനുത്തിടുമതെണ്ടാരോ ശങ്ക വിട്ടുടനെ ചങ്കുമൊത്തിടുവെ തെണ്ടുരത്തതിനു ചെണ്ടാരോ തികമതിയതിനുടെ അരുളുകൾ അതു പഠിത്തരുളവരരുളിടരായി തികവുടെ ബദറുടെ കളവിടു മതിരക പതിയുടെ കൊതിജികമാ കൊതിയാൽ പതിയണ്ടാനേ പൊന്താലം കണ്ടാനേ തുടിതാളം മേളം താനം തകുണിത കുപ്പിറതിരുളരിടലായി ചുടരുറ്റും ബാനം തിങ്കളമീമ തങ്കൾ ചേരേ ബദറാല തൊത്തിടവേ ചുടിമുറ്റും താരം പൊങ്കും താനം ചെങ്കമതാലേ ബദറാനി ചെപ്പിടവേ. നല്ല നന്നായിട്ട് പാടി അല്ലേ? ഞാൻ പിന്നെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേദിയിൽ മാത്രം നിങ്ങളോട് ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ഒരു ജനറൽ സ്വഭാവമുള്ള ഒരു വേദിയിൽ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ പുതിയ ഗായകരൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആസ്വാദകർക്ക് നമ്മൾ ഏത് തരത്തിലുള്ള പാട്ടായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ്. അത് വേദി നോക്കിയിട്ട് പാടുമോ അല്ലെങ്കിൽ അത്യാവശ്യം മാപ്പിളപ്പാട്ടൊക്കെ പാടാൻ പറ്റുന്ന ഒരു വേദിയാണ് എന്ന് വെക്കാം. അവിടെ ഭക്തിഗാനായിരിക്കും തിരഞ്ഞെടുക്കുക, പടപ്പാട്ടായിരിക്കും, അങ്ങനെ ഒരു ചോദിച്ചാൽ 3 പേര് എന്തായിരിക്കും പറയാം? ഇപ്പോൾ ഒരു വേദി പാടാണെങ്കിൽ അതത്തെ ഫസ്റ്റ് തുടക്കം തന്നെ നമ്മൾ ഭക്തിഗാനത്തോടാണ് തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ഇത്, അതായത് ഏത് വേദിയിലായാലും ഫസ്റ്റ് ഭക്തിഗാനത്തോടു കൂടി തുടങ്ങും. പിന്നെ ആ വേദിക്ക് അനുസരിച്ചാണ് ഇപ്പം അവിടെ അധികം ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന പരമാവധി അത് വേണ്ടി വരും. അല്ലാതെ ഇപ്പം കുറച്ച് വയസ്സായ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മള് പഴയ ഓൾഡ് ആയിട്ടുള്ള കുറെ സോങ്സ് പാടും. നല്ലതായിട്ട് ആസ്വദിക്കുന്നതാണെങ്കിൽ ആ ലെവലുള്ള അങ്ങനത്തെ പാട്ടുകൾ തന്നെ ഹിന്ദി സോങ്സും കുറെ ഇഷ്ടംപോലെ ട്രൈ ചെയ്യാം. ഈ പാട്ടെഴുത്തുകാർ പാടുമോ? പാട്ടെഴുത്തുകാര് ബേസിക്കലി എല്ലാ പാട്ടെഴുത്തുകാരും പാട്ട് പാടുന്നവരായിരിക്കും. പക്ഷെ അത് കേൾക്കാൻ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അത്ര ആസ്വാദികരമായിരിക്കില്ല എന്നുള്ളതാണ് ശരി. ഇലാഹായ പുരാനോട് അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഞാന് പാട്ട് പാടാറില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാല് പാട്ടെഴുത്തുകാര് പാടുക കൂടി ചെയ്താല് ഇന്ന് പിന്നെ പലപ്പോഴും സിനിമയിലൊക്കെ ബാലചന്ദ്ര മേനോൻ എന്നൊക്കെ പറയുന്ന തരത്തില് പാട്ടെഴുത്തുകാര് അവര് പാടുക കൂടി ചെയ്താൽ അത് ഗായകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പിന്നെ സംരംഭത്തിന് മുതിരാതിരിക്കലായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ കുറേയൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു ബേസിക്കലി അതിൻ്റെ ഉള്ളിൽ പാട്ട് എഴുതുന്ന ഒരാൾക്ക് താളബോധം ഉണ്ടാകും. ഒരു താളബോധമുള്ള ഒരാൾ മാത്രമേ പാട്ട് എഴുതാൻ നിൽക്കാവൂ എന്നുള്ളതാണ് അതിന്റെ ശരി. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാല് വരികൾ കൃത്യമായിട്ട് നമുക്ക് പാടിക്കോളൂ. പുരാനോട് ഇരവും പകലും ചേടി ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. നമുക്കൊരു അടുത്ത സംഘകാരം അല്ലേ, ഒരു ഖവാലി. അജ്മീർ ഖ്വാജ യാ വലി അല്ലാഹ് യാ ഗരീബ് നവാസ് മഷ്ഹൂർ നാം താജ യാ വലി അല്ലാഹ് അജ്മീർ ഖ്വാജ യാ വലി അല്ലാഹ് അജ്മീർ ഖ്വാജ യാ വലി അല്ലാഹ് ദീൻ ഇസ്ലാമിൻ നിത്യ സിരാജ ദീൻ ഇസ്ലാമിൻ നിത്യ സിരാജ പുണ്യമഹാനേ പൂർണ്ണനിലാവേ പൂത്ത ശുഹൂരേ റളിയല്ലാഹ്
പുണ്യമഹാനേ പൂത്ത നിലാവേ പൂത്ത ശൂരേ ശംസുദിച്ച പോലെ ഇന്ന് സഫർ വന്ന പേര് സർവസമ്മതോരെ എന്നും സത്യസാക്ഷിയോരെ ഈ ഹിന്ദു നാട്ടിലെന്നും ചന്ദ്രമുന്തിരും വലി അജ്മീർ ഖ്വാജ യാ വലിയല്ലാ അഗദിന്നൊലിയേ വലിയല്ലാ ഖ്വാജാദി ഖ്വാജാദി ഇനി ആരാ അടുത്തൊരു പാട്ട്? ഷംനാദ് പാടിയോ? താനം പാടാണ്ട്. താനം. താനം പൊങ്കും തിങ്കൾ എങ്കും സംഗൃതമേ ദുനിയാതെ വാനം തിങ്കും വാങ്ങിൻ ചിന്തതുമേ ഉള്ളിലെങ്കും ത്വാഹരസൂലിൻ ചെങ്കത് പൊങ്കും പിണ്ടലമേ തെളികുന്തും മുത്തരി കോർപ്പലറയും വെത്തിടി വങ്കിതമേ കൊടിയതു മണിയടിയൊരു തിരി തെളിയിടു വിളിമതിയതു നിജമേ തിരുനബി ദിനത്തിലെ തിരുകനവതിലൊരു ദിനമതിലരുളിടെ ഇബ്നു സിസബരതിലേ സുകൃതം മൊഴിയതിലേ താരം പൊങ്കും തിങ്കൾ എങ്കും സംഗൃതമേ ദുനിയാലെ വാനം തിങ്കും വാങ്ങിൻ ചിന്തതുമേ തനമെങ്കും തിരുമൊഴി വരും നിജമിതു തരമേ പൊങ്കും നാദം ദുനിയാലെ തിങ്കും മോദം തനമാകെ നൂറായി ഉദികത്തും മദനോലി ബിന്റെ നബിയെതിരെ കൊതിയാൽ പദമെമ്പുന്നേ നബിയോരുദയേകുന്നേ അടനബിലാലിൻ ചൊങ്കതിലെമ്പുന്നേ തങ്ങൾ ദീനുടെ തിരുവിളി ഉയരുവരെ പാങ്കുടെ മധുസുരം അജകുകളെ കതിരുളി യശകുള ഭജനമിൽ ഇരുതൂകി മതിയത് പതിയുടെ നാദം പൊങ്കും താളം അങ്കിതമേ വിളിയാളം സംഗൃതമേ താനം പൊങ്കും തിങ്കൾ എങ്കും സംഗൃതമേ ദുനിയാലെ വാനം തിങ്കും വാങ്ങിൻ ചിന്തതുമേ. കുഴപ്പമില്ല, നല്ലൊരു പാട്ടല്ലേ? പാട്ടിന് ബാങ്കിനെ കുറിച്ച് നമ്മൾ അധികം പാട്ടുകളൊന്നും ആദ്യം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിലാൽ റഹ്മാനെ കുറിച്ചൊരു പാട്ട് മുമ്പ് എങ്ങാണ്ട് ഇവിടെ ഒന്ന് കേട്ട പോലെയാണ്. ബിലാൽ റഹ്മാനെ കുറിച്ച് പാട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിനെ കുറിച്ച് ട്രഡീഷണൽ അല്ലാത്ത രീതിയിൽ ഫക്കർ ബന്ദൂർ മാഷ് എഴുതിയൊരു പാട്ടുണ്ട്. അതല്ലാതെ ട്രഡീഷണൽ രീതിയിൽ ഇത്തരം പാട്ടുകൾ അധികം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് കൂടി ഒരു 4 വരി ഇവരുടേതായിട്ട് നമുക്ക് കേട്ട് നല്ലൊരു തക്ബീറോട് കൂടിയൊക്കെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു നല്ലൊരു ഗ്രൂപ്പ് സോങ് നമുക്ക് പോവാം. അശകേരെ തിങ്കും താനം ബക്കാത്തനിലായി അസ്രാരത് പൊങ്കും ബാനം മദതം വിടലായി അശുഭകൾ ഒരു തരമതു പുറമേറി അഷണമതെടുത്തുടൻ വിടണമെന്നോതി കതിർകത്തും ഉമറയ ശിശാമുബിൻ ആസും തന്നാലു വെണ്ടോരു താനം കൂടാൻ എണ്ടും തിരി പെരുത്ത വീടം വിട്ടോടാൻ വിണ്ടും തങ്കരണ്ടരു മദനം പുകിന്തേ ഇതിലൊണ്ടു ഹിഷാമര തടപ്പെടുന്തേ ഇരു മികവരും അതിനോടു മദിനയെ പുകിന്തിടെ അതിലൊരു ഹിഷാമോ ശിവേ ഹിജിറത്തൻ ബദ്രിശലേ അസുഹബരത്തും കുബയതിലെ അബുജകലൊത്തെ പുവിതനിലെ അടനമിലവിടമെ തിരഞ്ഞിടയഹവരയാശവരേ അസുഹബരത്തും കുബയതിലെ അബുജകലൊത്തെ പുവിതനിലെ അടനമിലവിടമെ തിരഞ്ഞിടയഹവരയാശവരേ ഉന്തൻ മാതൾ ചിന്തും വേളെ കൂന്തൽ തെല്ലും ചീകില്ലുണ്ടും ബിണ്ട് തണലതിലൊടുബര തനുവതു പെടുകിലെ എണ്ടും ബിണ്ടാരുണ്ടാനേ തരമിതു ജഗലുരെ മതതുടെ അരികിടെ കിണ്ടൻ കെണ്ടരിൽ ബിണ്ടാനേ ഉദികത്തു മുമറൊലി തരമിതിലരുളിടെ ചതിയത് കരുതിടന്നോതി സ്വഹബവരോടി മതതുടെ കസമതിലേ ബകളുടെ പുറമതിലേ
അശകേറെ തിങ്കും താനം ബക്കാത്തനിലായി അസ്റാരത് പൊങ്കും ബാനം മദതം വിടലായി. ഈ പാട്ട് എന്തിനെ കുറിച്ച് പറയുന്നതാണ്? ഉഹദ് ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് സാറ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. സാർ ഏത് പാട്ടാണ്? എന്റെ പാട്ടാണ്. അതാണ് പറഞ്ഞു വിടുന്നത് പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ നോക്കണമല്ലോ. അത് അങ്ങനെ വേദിയിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അവിടെ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ സന്തോഷം. നമുക്ക് അവസാനമായിട്ട് നമ്മള് സംഗാനം റെഡിയാണല്ലോ അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ഈദുൽ ഫിത്തറിൻ തക്ബീർ മുഴങ്ങിടുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ. ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ഈദുൽ ഫിത്തറിൻ തക്ബീർ മുഴങ്ങിടുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ. റമളാന്റെ പവിത്രത വിളങ്ങുന്ന പെരുന്നാൾ, റഹീമിന്റെ റഹ്മത്ത് വിടറുന്ന പെരുന്നാൾ. റമളാന്റെ പവിത്രത വിളങ്ങുന്ന പെരുന്നാൾ, റഹീമിന്റെ റഹ്മത്ത് വിടറുന്ന പെരുന്നാൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ശോവാലിൻ ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ഈദുൽ ഫിത്തറിൻ തക്ബീർ മുഴങ്ങിടുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ. ശുക്രിന്റെ മലർവീതി ശരഫായ പെരുന്നാൾ, സുരമോഹ കുസുമങ്ങൾ വിരിയുന്ന പെരുന്നാൾ. ശുക്രിന്റെ മലർവീതി ശരഫായ പെരുന്നാൾ, സുരമോഹ കുസുമങ്ങൾ വിരിയുന്ന പെരുന്നാൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ശോവാലി ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ശോവാലിൻ ചന്ദ്രനുദിച്ച് ശരഫായ ശോഭ വിതച്ച്, ഈദുൽ ഫിത്തറിൻ തക്ബീർ മുഴങ്ങിടുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ ഭൂമി, ഇറയോനിൽ സ്തുതി ഗീതം ആലപിക്കുന്നേ. ഒരു സ്തുതി ഗീതം ആലപിച്ച് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അവസാനമായിട്ട് എന്താണ്? ഈ പാട്ട് എഴുതിയിരിക്കുന്നത് KS ഖാദറിന്റെ ആണ്. പിന്നെ ഫുർഖാനുൽ ഹമീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. ഈ പാട്ടൊക്കെ എഴുതിയത് KS ഖാദറാണ്. വളരെ അറിയപ്പെടുന്ന കുറേ പാട്ടുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഏതായാലും ഷംനാദ് ഭംഗിയായിട്ട് പാടി. ഏതായാലും ഈ ഒരു ഈദ് സുദിനത്തിൽ ഇത്തരത്തിൽ നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കാനായതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. 3 പേരും
ഭംഗിയായിട്ട് ഇവിടെ പാട്ടുകളൊക്കെ പാടി എല്ലാവരും പിന്നെ ഈ ഇതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ലോക സമാധാനത്തിന് വേണ്ടി പിന്നെ എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥന ഉണ്ടാവണം എന്നുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തൽക്കാലം നമുക്ക് വിട ചോദിക്കാം. ഈദിൻ്റെ പരിമളം പരക്കുന്ന ഈ സുദിനത്തിൽ ബദ്രുദ്ദീൻ മാഷും അദ്ദേഹത്തിൻ്റെ ശിഷ്യരുമാണ് നമ്മുടെ സുപ്രഭാതം ഓൺലൈനിൻ്റെ ഈ വേദിയിൽ നമ്മളോട് അല്പസമയം നമ്മളെ പാട്ടുപാടി ആനന്ദത്തിൻ്റെ നിർവൃതിയിൽ ആറാടിച്ചത്. മാഷിൻ്റെ പാട്ടുകളും അത് ഏറ്റെടുക്കുന്ന കുട്ടികളും ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനും എഴുതാനും അവതരിപ്പിക്കാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഈദ് ആശംസ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേർന്നുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.